First 15 minutes should be used for reading and comprehending the activities. 15 മിനിറ്റ് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം ഉണ്ടായിരിക്കും. ഔട്ട് ഓഫ് ദ 6 ആക്ടിവിറ്റീസ് ആൻസർ എനി 5. 6 പ്രവർത്തനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ 5 എണ്ണം നമ്മൾ എഴുതേണ്ടി വരും. ഓൾ ദ സബ് ആക്ടിവിറ്റീസ് ഓഫ് ദ സെലക്റ്റഡ് ആക്ടിവിറ്റീസ് ഷുഡ് ബി ആൻസേർഡ്. അതായത് തിരഞ്ഞെടുക്കുന്ന പ്രവർത്തനങ്ങളിലെ ഉപചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എഴുതണമെന്ന് അർത്ഥം. ആദ്യത്തെ ആക്ടിവിറ്റി 1 പാറ്റേൺ ആണ്. കംപ്ലീറ്റ് ദ പാറ്റേൺ ബിലോ. താഴെ തന്നിട്ടുള്ള പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. A, B, C, D, E 5 ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. 5 പാറ്റേണും പൂരിപ്പിക്കണം. ഇനി ഇതിൻ്റെ ഉത്തരം നോക്കാം. പാറ്റേൺ എയുടെ ഉത്തരമാണ് ഇത്. ഇവിടെ താഴെ ആദ്യത്തെ ചിത്രത്തിൽ 2ഉം രണ്ടാമത്തെ ചിത്രത്തിൽ 3ഉം മൂന്നാമത്തെ ചിത്രത്തിൽ 4ഉം വൃത്തങ്ങളാണ് ഉള്ളത്. അപ്പോൾ അടുത്ത ചിത്രത്തിൽ 1, 2, 3, 4, 5 സർക്കിൾസ് വരയ്ക്കണം. ഇതാണ് ഉത്തരം. രണ്ടാമത്തെ പാറ്റേണിൻ്റെ അടുത്ത പാറ്റേൺ ഇതാണ്. മൂന്നാമത്തെ ഉത്തരം 101 കൂട്ടി എഴുതാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അടുത്ത വരിയിൽ വരുന്ന ഉത്തരം 458 ആയിരിക്കും. അടുത്ത പാറ്റേണിൻ്റെ ഷേപ്പ് ഇങ്ങനെയായിരിക്കും. പിന്നെ 3 അക്കസംഖ്യകൾ ഉൾപ്പെടുന്ന ഒരു പാറ്റേൺ എഴുതാൻ പറഞ്ഞതിൽ നമുക്കിഷ്ടമുള്ളത് എഴുതാം. ഇപ്പോൾ 10 കൂട്ടി വരുന്നത് ഫോർ എക്സാമ്പിൾ 105. 10 കൂട്ടുമ്പോൾ 115. അതിൻ്റെ കൂടെ 10 കൂട്ടുമ്പോൾ 125, 135. അങ്ങനെ 10 കൂട്ടി ഒരു പാറ്റേൺ എഴുതാം. കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ 3 അക്കസംഖ്യകളുടെ ഒരു പാറ്റേൺ ആണ് പറഞ്ഞിട്ടുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 3 അക്കസംഖ്യകൾ ഉൾപ്പെടുന്ന ഏത് പാറ്റേൺ വേണമെങ്കിലും കൂട്ടുകാർക്ക് എഴുതാം. ദ സെക്കൻഡ് ആക്ടിവിറ്റി, രണ്ടാമത്തെ പ്രവർത്തനം സേ ദ നമ്പർ, എണ്ണം പറയാമെന്നാണ് ചോദ്യം. എ ബസ് ഹാസ് 11 സീറ്റ്സ് ഓഫ് 3 പീപ്പിൾ ആൻഡ് 9 സീറ്റ്സ് ഓഫ് 2 പീപ്പിൾ. അതായത് ഒരു ബസ്സിൽ 3 പേർ വീതം ഇരിക്കുന്ന 11 സീറ്റും 2 പേർ വീതം ഇരിക്കുന്ന 9 സീറ്റും ഉണ്ട്. ഇനി ചോദ്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഹൗ മെനി പീപ്പിൾ ക്യാൻ സിറ്റ് ഇൻ ദ ബസ്? ബസ്സിലാകെ എത്ര പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാം? ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഹൗ മെനി പീപ്പിൾ ക്യാൻ സിറ്റ് ഇൻ ദ ബസ്. അതെ, ഒരു ബസ്സിൽ 3 പേർ വീതം ഇരിക്കുന്ന 11 സീറ്റ്. അപ്പോൾ 11 ഗുണിക്കണം 3, 33 പേർ. 2 പേർ വീതം ഇരിക്കുന്ന 9 സീറ്റ്. അപ്പോൾ 9 ഗുണിക്കണം 2, 18. 33ഉം 18ഉം 51 പേർ. 51 പേർക്ക് ബസ്സിൽ ഇരുന്ന് പോകാം. അടുത്ത ചോദ്യം, when the journey started 2 seats of people and 4 seats of 2 people were empty. How many more people can sit and travel in the bus? അതായത് യാത്ര ആരംഭിച്ചപ്പോൾ 3 പേർ വീതം ഇരിക്കുന്ന 2 സീറ്റും 2 പേർ വീതം ഇരിക്കുന്ന 4 സീറ്റും ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ബസ്സിൽ ഇനി എത്ര പേർക്ക് കൂടി ഇരുന്ന് യാത്ര ചെയ്യാം? ഉത്തരം നോക്കാം. 3 പേർ വീതം ഇരിക്കുന്ന 2 സീറ്റ്, അപ്പോൾ 6 പേരായില്ലേ? 2 പേർ വീതം ഇരിക്കുന്ന 4 സീറ്റ്, അപ്പോൾ 8 പേരായില്ലേ? 8ഉം 6ഉം 14. 14ആണ് ഉത്തരം. തന്നെ സി ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ദ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ഓഫ് 3 + 3 + 3 + 3 + 3 + 3? ടിക്ക് ദ കറക്റ്റ് വൺ. ആവർത്തന സങ്കലനമാണ് ഗുണനം. അതായത് 3കളുടെ ആവർത്തനം, 6 3കൾ ചേർന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതായിരിക്കും? യെസ്, 6 ഗുണിക്കണം 3. ഇതായിരിക്കും അതിൻ്റെ ഉത്തരം. ഇതാണ് അതിൻ്റെ ഉത്തരം. ആവർത്തന സങ്കലനമാണ് ഗുണനമെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ. 6 തവണ 3നെ എഴുതിയത്. അതായത് 6 ഗുണിക്കണം 3. ഇതാണ് അതിൻ്റെ
ആൻസർ. Then the third activity, shooting competition. ഷൂട്ടിംഗ് മത്സരം. എ പേഴ്സൺ ക്യാൻ ഷൂട്ട് 10 റൗണ്ട്സ്. അതായത് ഒരാൾക്ക് 10 റൗണ്ട് ഷൂട്ട് ചെയ്യാം. പിന്നെയോ ഓരോ പ്രാവശ്യം ഷൂട്ട് ചെയ്യുമ്പോഴും ഏതു സംഖ്യ എഴുതിയ കളത്തിലാണോ കൊള്ളുന്നത് അത്രയും സ്കോർ ലഭിക്കും എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഷൂട്ടിംഗ് മത്സരത്തിൻ്റെ 5 റൗണ്ട് കഴിഞ്ഞപ്പോൾ ഉള്ള സ്കോർ പട്ടികയിൽ കൊടുത്തിട്ടുണ്ട്. നോക്കാം. ഇതാണ് പട്ടിക. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ഫൈൻഡിങ് ദ നമ്പർ ഓഫ് ഷോട്ട്സ് ഓൺ 100, 10 ആൻഡ് 1. ഓരോരുത്തരും 100, 10, 100, 10, 1 എന്നീ കളങ്ങളിൽ ഷൂട്ട് ചെയ്ത് കൊള്ളിച്ച എണ്ണം കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ അരുൺ 3 തവണ 100 എടുത്തിട്ടുണ്ട്. അപ്പം 300 ആയില്ലേ? 10 ഒന്നും കിട്ടിയിട്ടില്ല. 1 ആണെങ്കിൽ 2 ടൈംസ് എടുത്തിട്ടുണ്ട്. അപ്പം 302 അരുണിൻ്റെ സ്കോർ. അങ്ങനെയാണെങ്കിൽ വിജയിൻ്റെയും സബീനയുടെയും ഉത്തരം നമ്മൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതെത്രയായിരിക്കും നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം സ്കോർ തന്നിട്ടുണ്ട്. 100ഉം 10ഉം 1ഉം എത്ര പ്രാവശ്യം കൊള്ളിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. 311ഉം 320ഉം നമുക്ക് നോക്കാം. 311 സംഖ്യ, 311. അപ്പോൾ അതിൽ എത്ര 100 ഉണ്ട്? 311ൽ 3 100. അപ്പോൾ വിജയ് 3 ടൈംസ് 100 ഉപയോഗിച്ചു. ഇനി 11 അല്ലേ? അപ്പോൾ അതിൽ ഒരു 10 ഉണ്ട്. ഒരു തവണ 10 ഉപയോഗിച്ചു. അതുപോലെ ഒരു 1ഉം 3 1 1. 3 ടൈംസ് 1 ടൈംസ് 1 ടൈംസ്. അതാണ് വിജയിൻ്റെ സ്കോർ. സബീനയുടെയോ 320 ആണ്. അപ്പോൾ 3 തവണ 100 ഉപയോഗിച്ചിട്ടുണ്ട്, 3 ടൈംസ്. 10കളുടെ സ്ഥാനത്ത് 2 2 10. അപ്പോൾ 320 ആയില്ലേ? അവിടെ 1കൾ ഇല്ല. ഇനി എന്താണ് ചോദ്യം? ഹൂ ഗോട്ട് ദ ലീസ്റ്റ് സ്കോർ. ഏറ്റവും കുറവ് ആരാണ്? അരുണാണല്ലേ. 311, 320, 302. ഇതിൽ ചെറുത് 302 ആണ്. അതുകൊണ്ട് അത് അരുണിനാണ് കിട്ടിയത്. അരുണാണ് ലീസ്റ്റ് സ്കോറർ. അതായത് സ്കോർ ചെയ്തതിൽ കുറവ് കിട്ടിയ ആൾ അരുണാണ്. അടുത്ത ചോദ്യം നോക്കൂ. When 10 rounds were finished, one got 820 points and one who won the competition. അതായത് 10 റൗണ്ട് പൂർത്തിയായപ്പോൾ 820 പോയിന്റ് നേടി ഒരാൾ വിജയിച്ചു. ആരാണ് വിജയിച്ചത്? യെസ്, സബീനയാണ് വിജയിച്ചത്. 320ഉം കൂടെ 500ഉം. 320ഉം 500ഉം 820. 5 തവണ 100ൽ ഷൂട്ട് ചെയ്തു സബീന. അതുകൊണ്ട് സബീനയാണ് വിജയി. ഡി ക്വസ്റ്റ്യൻ നോക്കൂ. Which of the following score would be the most likely score in the 10 round shooting match? Tick the right one. താഴെ തന്നിരിക്കുന്ന സ്കോറുകളിൽ 10 റൗണ്ടുള്ള ഷൂട്ടിംഗ് മത്സരത്തിലെ സ്കോറാകാൻ സാധ്യതയുള്ളതിന് നേരെ ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 10 തവണയാണ് അല്ലേ? അപ്പോൾ എവിടെയായിരിക്കും? യെസ്, 613. നെക്സ്റ്റ് ആക്ടിവിറ്റി കാർ ജേർണിയാണ്. കാർ യാത്ര. തിരുവനന്തപുരത്തു നിന്നും വിവിധ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം തന്നിരിക്കുന്നു. നോക്കൂ. ലുക്ക് അറ്റ് ദ ഡിസ്റ്റൻസ് ഫ്രം തിരുവനന്തപുരം ടു വേരിയസ് പ്ലേസസ്. ഇതാണ് ആ ദൂരം. ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം കൊല്ലം ടു കാസർഗോഡ്. കൊല്ലത്ത് നിന്നും കാസർഗോഡേക്കുള്ള ദൂരം എത്ര? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം കണ്ണൂർ ടു കോഴിക്കോട്. കണ്ണൂർ മുതൽ കോഴിക്കോട് വരെയുള്ള ദൂരം എത്ര? അടുത്ത ചോദ്യം, തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡേക്കുള്ള കാർ യാത്രയിൽ തൃശ്ശൂർ വരെ രാകേഷും അതിനുശേഷം രാധികയുമാണ് വാഹനം ഓടിച്ചത്. ആരാണ് കൂടുതൽ ദൂരം ഓടിച്ചത്? എത്ര കൂടുതൽ? പിന്നെ കാർ ജേർണി ഫ്രം തിരുവനന്തപുരം ടു കാസർഗോഡ്. രാകേഷ് ഡ്രൈവ്സ് ദ കാർ ടിൽ തൃശ്ശൂർ ആൻഡ് ദെൻ രാധിക ഡ്രൈവ്സ് ദ കാർ ഫ്രം തൃശ്ശൂർ ടു കാസർഗോഡ്. ഹൂ ഡ്രൈവ്സ് മോർ? ഹൗ മച്ച് മോർ? ഉത്തരങ്ങളിലേക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് പോകാം. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം കൊല്ലം ടു കാസർഗോഡ്? കൊല്ലത്ത് നിന്നും കാസർഗോഡേക്കുള്ള ദൂരം എത്രയാണ്? കൊല്ലത്തിൻ്റെ ദൂരം നമുക്ക് നോക്കാം. 65 കിലോമീറ്റർ. കാസർഗോഡോ 585 കിലോമീറ്റർ. 585 നിന്ന് 65 കിലോമീറ്റർ കുറച്ചാൽ
520 കിലോമീറ്ററാണ് ദൂരം. കൊല്ലത്തു നിന്നും കാസർഗോഡേക്കുള്ള ദൂരം 520 കിലോമീറ്ററാണ്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം കണ്ണൂർ ടു കോഴിക്കോട്? നമുക്ക് കണ്ണൂർ നോക്കാം. 471 അല്ലേ? കോഴിക്കോടോ അതിൻ്റെ തൊട്ട് കിടക്കുന്നുണ്ട് 397. 471 397 കുറച്ചാൽ എത്ര കിട്ടും? 74 കിലോമീറ്റർ. 74 കിലോമീറ്ററാണ് ഉത്തരം. അടുത്ത ചോദ്യം, ഇവർ രണ്ടുപേരും ഓടിച്ച ദൂരമാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ രാകേഷ് 304 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. രാധിക 281 കിലോമീറ്ററാണ് ഓടിച്ചിട്ടുള്ളത്. ഇവർ തമ്മിലുള്ള ഓടിച്ച ദൂരത്തിൻ്റെ വ്യത്യാസം 23 കിലോമീറ്റർ ആണ്. ഈ ഒരു ചോദ്യം ഉറപ്പായിട്ടും ഇതേപോലെ മറ്റൊരു മാതൃകയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. മെഷർ ദ ഡിസ്റ്റൻസ്, ദൂരം അളക്കാം. വിന്നിയും കൂട്ടുകാരും ലോങ് ജമ്പ് മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. കണ്ടോ, ഓരോരുത്തരും ചാടിയ ദൂരം നോക്കൂ. വിന്നി 1 മീറ്റർ 45 സെൻറ്റിമീറ്ററും, നിധി 160 സെൻറ്റിമീറ്റർ, ജിതിൻ 1 മീറ്റർ ആൻഡ് 50 സെൻറ്റിമീറ്റേഴ്സ്, റിമി 200 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് വിന്നി 1 മീറ്റർ 85 സെൻറ്റിമീറ്റേഴ്സ്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഫൈൻഡ് ദ ടോപ്പ് 2 പേഴ്സൺസ് ഇൻ ദ കോമ്പറ്റീഷൻ. കൂടുതൽ ദൂരം ചാടിയ ആദ്യ 2 സ്ഥാനക്കാരെ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, ഫസ്റ്റും സെക്കൻഡും അവർ ചാടിയ ദൂരവും കൂടി കണ്ടുപിടിക്കണം. ഉത്തരത്തിലേക്ക് പോകാം. ഫസ്റ്റ് പൊസിഷൻ കിട്ടിയിട്ടുള്ളത് റിമിക്കാണ്. 2 മീറ്റർ അല്ലെങ്കിൽ 200 സെൻറ്റിമീറ്റർ ആണ് ചാടിയ ദൂരം. രണ്ടാം സ്ഥാനം കിട്ടിയിട്ടുള്ളത് വിന്നിക്കാണ്. 1 മീറ്റർ 55 സെൻറ്റിമീറ്റർ ആണ് ചാടിയ ദൂരം. ഇനി ഫ്രം ദ ടേബിൾ ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാർജസ്റ്റ് ഡിസ്റ്റൻസ് ആൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കവേർഡ്. പട്ടികയിലെ ഏറ്റവും കൂടിയ ദൂരവും കുറഞ്ഞ ദൂരവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? അപ്പോൾ ഏറ്റവും കൂടുതലുള്ള ദൂരം കണ്ടുപിടിക്കുക, കുറഞ്ഞ ദൂരം കണ്ടുപിടിക്കുക, വ്യത്യാസം കണ്ടുപിടിക്കുക. 55 സെൻറ്റിമീറ്റർ ആണ് ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് മെഷർമെന്റ് ക്യാൻ ബി ദ ലെങ്ത് ഓഫ് എ പെൻസിൽ? ടിക്ക് ദ റൈറ്റ് ആൻസർ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു പെൻസിലിന്റെ നീളമാകാവുന്ന അളവാണ്. ഇതിൽ ഏതായിരിക്കും? അതെ, ഈ മൂന്നാമത്തെ 18 സെൻറ്റിമീറ്റർ ആയിരിക്കും ഒരു പെൻസിലിന്റെ അളവാകാൻ സാധ്യതയുള്ള അളവ്. അടുത്ത ചോദ്യം നോക്കാം. സയൻസ് ഫെസ്റ്റിവൽ. ദ ടേബിൾ ബിലോ ഷോസ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ് in various competitions on each day of the 2 days sub-district science festival. 2 ദിവസമായി നടന്ന ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ ഓരോ ദിവസവും വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത കുട്ടികളുടെ എണ്ണമാണ് പട്ടികയിലുള്ളത്. ചോദ്യം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഡേ, 1-ാം ദിവസം ശാസ്ത്രമേള സയൻസ് ഫെയറിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ്, പങ്കെടുത്ത കുട്ടികളുടെ എണ്ണം 212 ആണ്. ഓൺ ദ സ്പോട്ട് വർക്ക് എക്സ്പീരിയൻസ് ഫെയറിൽ 145ഉം സോഷ്യൽ സയൻസ് ഫെയറിൽ 143 പേരും പങ്കെടുത്തു. 2-ാം ദിവസമോ മാത്തമാറ്റിക്സ് ഫെയറിൽ 118ഉം വർക്ക് എക്സ്പീരിയൻസ് എക്സിബിഷനിൽ 122ഉം IT ഫെയറിൽ 147 പേരും പങ്കെടുത്തു. പട്ടിക ക്ലിയർ ആയല്ലോ. ഇനി ഈ 2 ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് നമ്മൾ എഴുതേണ്ടത്. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ വർക്ക് എക്സ്പീരിയൻസ് ഫെയർ ഓൺ 2 days ആൻഡ് വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ സബ് ഡിസ്ട്രിക്ട് സയൻസ് ഫെസ്റ്റിവൽ. അതായത് 2 ദിവസവും കൂടി പ്രവൃത്തി പരിചയമേളയിൽ പങ്കെടുത്ത കുട്ടികളുടെ ആകെ എണ്ണവും ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ പങ്കെടുത്ത ആകെ കുട്ടികളുടെ എണ്ണവും. കൂടാതെ മൂന്നാമതൊരു ചോദ്യം കൂടിയുണ്ട്. ഹൗ മെനി മോർ സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ് ഓൺ ദ ഫസ്റ്റ് ഡേ ദാൻ ഓൺ ദ സെക്കൻഡ് ഡേ. 1-ാം ദിവസം 2-ാം ദിവസത്തേക്കാൾ എത്ര കുട്ടികൾ കൂടുതൽ പങ്കെടുത്തു? ഉത്തരത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ വർക്ക് എക്സ്പീരിയൻസ് ഫെയർ ഇൻ 2 days. 2 ദിവസം കൂടി പ്രവൃത്തി പരിചയമേളയിൽ പങ്കെടുത്ത കുട്ടികളുടെ ആകെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. 145ഉം 122ഉം കൂടി കൂട്ടിയാൽ 267 ആണ് ഉത്തരം. രണ്ടാമത്തെ ചോദ്യത്തിന് ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ പങ്കെടുത്ത ആകെ കുട്ടികൾ എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് 887 ആണ്. ആദ്യത്തെ ദിവസം 500ഉം അതായത് 212ഉം 145ഉം 143ഉം കൂടി കൂട്ടിയാൽ 500ഉം 118ഉം 122ഉം 147ഉം കൂടി കൂട്ടിയാൽ 387. 500ഉം 387ഉം കൂടി കൂട്ടിയാൽ 887 ആണ് ആകെ പങ്കെടുത്ത കുട്ടികളുടെ എണ്ണം. സി ക്വസ്റ്റ്യൻ, ഹൗ മെനി മോർ സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ് ഓൺ ദ ഫസ്റ്റ് ഡേ ദാൻ ഓൺ ദ സെക്കൻഡ് ഡേ. അത് 113 ആണ്.
അതിൻ്റെ വ്യത്യാസം വരുന്നത് 113 ആണ്. 113 ഉത്തരം. 2025 ഡിസംബർ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ കൂടി ഇവിടെ പറയുകയാണ്. റൈറ്റ് ദ സക്സസർ ഓഫ് 389. ഇതേപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അതായത് 389 ശേഷം വരുന്ന സംഖ്യ 390. റൈറ്റ് ദ പ്രീഡിസസർ ഓഫ് 500. 500 തൊട്ട് മുമ്പുള്ള സംഖ്യ 499. സ്മോളസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ 100 റൈറ്റ് ദ ന്യൂമറിക്കൽ. നോക്കൂ, 724 എന്നുള്ളതിനെ അക്കത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 724. അതേപോലെ തന്നെ റൈറ്റ് ദ നമ്പർ നെയിം. സംഖ്യയുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. 506. അതിനെ നമ്മൾ 506 എന്ന് എഴുതുന്നു. ഈ ഒരു മാതൃകയിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. വാട്ട് ഈസ് 8 into 4? 32. വാട്ട് ഈസ് 45 divided by 5? 9. ഇത്തരം ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. കൂടാതെ റൗണ്ട് ഓഫ് 67 to the nearest 10. അതായത് റൗണ്ട് ഓഫ് 67 to the nearest 10. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത് വരുന്ന 10കളുടെ കൂട്ടമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, കൂട്ടത്തിൽപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അത് 70 ആണ്. അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും കൂടി പഠിച്ചു വയ്ക്കാൻ മറക്കരുതേ. ഇതേപോലെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അത് വേർഡ് പ്രോബ്ലംസ് ആയിട്ടായിരിക്കും ചോദിക്കുക. പ്രത്യേകിച്ച് മൾട്ടിപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആവും അധികവും ചോദിക്കുക വേർഡ് പ്രോബ്ലം ആയിട്ട്. കൂടാതെ നമ്മുടെ ക്ലോക്കിലെ ടൈം കൂടി പഠിച്ചു വയ്ക്കാൻ കൂട്ടുകാർ ശ്രദ്ധിക്കുമല്ലോ.